ടൗണിൽ വെച്ച് ഗായത്രിയും കുട്ടിയും കണ്ട കാര്യം നന്ദന ഉദയനോട്. ഉദയൻ നന്ദനയോട് പ്രതികരിക്കുന്നു. നന്ദനയിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന് കാർത്തിക ഉദയനോട്. ദയവ് ചെയ്ത് എന്റെ വഴി മുടക്കരുതെന്ന് നന്ദനയുടെ വാക്കുകൾ ഉദയനിൽ ദേഷ്യം വരുത്തുന്നു. ഉദയനും നന്ദനയും തമ്മിലുള്ള ഉടക്കുകൾ നല്ലതാണെന്ന് യതീന്ദ്രൻ കാർത്തികയോട്. പാചകത്തിൽ ഏർപ്പെടുന്ന നന്ദന ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇവിടെ കാണണമെന്ന് ഉദയനോട് പറയുന്നു. എങ്ങനെയെങ്കിലും ഉദയനെ വിളിക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമവുമായി നന്ദനയും ഹരിയും. ഇനി തുടർന്ന് കാണുക. എന്തോ കാര്യമായ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിയെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് അവർ നമ്മളോട് പറയില്ല. ആ രഹസ്യം സൂക്ഷിക്കുന്ന ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഗായത്രിയാണോ അതോ ആ കുട്ടിയുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും ആണോ? ഇനി ഉദയവർമ്മ തന്നെയാണോ? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ഗായത്രിയും കുട്ടിയെയും താൻ ഒടുവിൽ കണ്ട സ്ഥലത്ത് ഞാൻ എന്റേതായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ പരിസരത്ത് 2 സ്കൂളുകളുണ്ട്. എനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് 2ഇടത്തും അന്വേഷിച്ചു. പിന്നെ നന്ദനയുടെ ഫോണിൽ കുട്ടിയുടെ ഫോട്ടോ കൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടിയില്ല. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഇല്ലെന്ന് പറഞ്ഞ ഭംഗിവാക്കാവും. എന്നാലും ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അന്വേഷണം തുടരാൻ തന്നെയാ തീരുമാനം. വഴി കാണിച്ചു തന്നെങ്കിലും എനിക്ക് നന്ദനെ സഹായിക്കാമല്ലോ. ശംഭോ മഹാദേവ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു വീട്ടിൽ വന്നു കയറാൻ പറ്റിയ സമയം. സുമിത്രേ, ഭഗവാനെ കൃഷ്ണ കാത്തുരക്ഷിക്കണേ. സുമിത്രേ, ഈ ത്രിസന്ധ്യ സമയത്ത് ഞാൻ എന്തിനാ വന്നതെന്നായിരിക്കും സുമിത്ര ചിന്തിക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ പണി കിട്ടി, 2 പാടപ്പുറത്താ. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ ഞാൻ വന്നത്. ഈ മലമ്പ്രദേശത്ത് എന്തിനാ ചുണ്ടൻ വെള്ളം? കുന്നിന്റെ മുകളിലിട്ട് തുഴയാനോ? ഈ സംശയം ന്യായം. തേയിലത്തോട്ടം മുതലാളിയുടെ പുതിയ ബംഗ്ലാവിന്റെ ഷോക്കേസ് വെക്കാനാ ചുണ്ടൻ വെള്ളം. ഷോക്കേസ് എന്ന് പറഞ്ഞപ്പോഴേ നിസ്സാരമല്ല കേട്ടോ. ഡോണ്ട് അവിടം പോലെ ഇവിടം വരെ നീളവും അതിനൊത്ത വിസ്താരമുള്ള ചുണ്ടനാ വേണ്ടത്. വള്ളം ഒറ്റത്തടിക്ക് പണിയാൻ പറ്റുമോന്ന് മുതലാളി. ഒറ്റത്തടി പോലും വേണ്ട. അന്ന് ഞാൻ മുതലാളി അഡ്വാൻസ് പിടിയെന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ എടുത്തത് കിട്ടി. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ മേടിക്കുമോ? 1 ലക്ഷം മതിയെന്ന് ഞാൻ ഓൺ ദ സ്പോട്ട് ചെക്ക് എഴുതി എന്റെ പോക്കറ്റിൽ ഇട്ട് തന്നു. ദാ ആ ചെക്ക്, അതാ ഈ ചെക്ക്. ഇങ്ങോട്ട് നോക്കിയേ, 1 ലക്ഷമാ. നിങ്ങൾക്ക് കിട്ടിയ ചെക്ക് ഞാൻ എന്തിനാ കാണുന്നേ? അത് ശരിയാ. അല്ല സുമിത്രേ, ഇവിടുത്തെ ചെറുക്കനോടെ പോയി കാണുന്നില്ലല്ലോ. പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും. പോയതായിരിക്കുമെന്ന് ഉറപ്പില്ല. പ്രായമായ പയ്യന് പിന്നെ ഞാൻ മടി വെച്ചോണ്ടിരിക്കണം? അത് വേണ്ട. പക്ഷെ പ്രായമാവാത്ത മകനെ മടി വെക്കാവല്ലോ, മടി വെക്കണമല്ലോ. കൊച്ചുമോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അനിലയുടെ മോൻ ലക്ഷ്മണൻ. താണ്ടെ എന്റെ മടിയിൽ ഇറങ്ങത്തില്ല അവൻ. ലക്ഷ്മണോ എന്നൊന്ന് വിളിച്ചാ മതി, 2 കൈയും പൊക്കി ഒരു ചിരിയാ. കുഞ്ഞിന്റെ മണം താണ്ടെ എന്റെ ഈ ശരീരത്തിലൊക്കെ ഉണ്ട് സുമിത്രേ. ആളൊരു തക്കിടി ഉണ്ടനാ. ഇനി പറഞ്ഞിട്ടെന്തിനാ? ആ കുഞ്ഞിനെ മടിയിലിരുത്തി ഓമനിക്കാൻ സുമിത്രയ്ക്ക് ആഗ്രഹമില്ലല്ലോ. അത് കുറെ കടുപ്പമാകട്ടോ സുമിത്രേ. എനിക്ക് കുഞ്ഞിനെ കാണണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കാണണമെന്ന് സുമിത്ര എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൊച്ചിനെയോ അനിലയെ കാണാനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതാരാ? എന്നിട്ടിപ്പോ ഇങ്ങനെ ചോദിക്കുന്നു. പറ്റിക്കാനുള്ള പരിപാടിയാണോ?
തമാശ. തന്റെ സുമിത്രേ, പറ്റിച്ചത് എന്റെ മോനെയാ. 1.5 ടച്ചിന്റെ പണി ചെയ്യുന്ന മിടുക്കനായ എന്റെ മോൻ രാജേഷ്. അവന് കിട്ടിയതോ ജീവിതകാലം മുഴുവൻ പണി കിട്ടുന്ന ഒരു വീട്ടിലെ പെണ്ണിനെ. അനിലെ ആരും നിങ്ങളുടെ മോന്റെ തലയിൽ കെട്ടിവെച്ചതല്ല. പാത്തും പതുങ്ങി വന്ന് അവളെ മയക്കിയെടുക്കായിരുന്നു രാജേഷ്. എന്റെ സുമിത്രേ, ആൺപിള്ളാരാ, ചെറുപ്പവാ. പെൺപിള്ളാരെ കാണുമ്പോ അവര് ഷൂ എന്നൊരു ശൂളം അടിച്ചെന്നിരിക്കും. അത് കേട്ടിട്ട് ഷൂ ഷൂന്ന് മറുചൂളം അടിക്കാൻ പോവരുത് പെൺപിള്ളാര്. അങ്ങനെ സംഭവിക്കുമ്പോഴാ ലക്ഷ്മണനെ പോലുള്ള ഒരു ഭൂമി പറന്നു വീഴുന്നത്. ഇതൊരു ഗുണപാഠവാ. മതി വാചകടിച്ചത്. മതി, കണ്ടിരുന്നു. എന്റെ സ്വത്തിന്റെ ഓഹരി കിട്ടണമെന്ന് പറഞ്ഞ് അനിലെ എനിക്ക് എഴുതിയൊരു കത്ത് കിട്ടി. നിങ്ങൾ അവളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് എനിക്കറിയാം. എന്റെ സുമിത്രേ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ എഴുത്തയക്കുന്നത് സ്വാഭാവികം. ദാണ്ടെ ജവഹർലാൽ നെഹ്റു മകൾ ഇന്നലേക്ക് അയച്ച കത്ത് വെച്ചൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അനില സുമിത്രയ്ക്ക് എഴുത്തയച്ചു. അതൊരു കുറ്റമാണോ? ഞാൻ ചിലപ്പോ അനില മോളെ കൊണ്ട് എഴുതിച്ചു കാണും. അല്ലാതെ ഞാൻ സുമിത്രയ്ക്ക് എഴുത്തൊന്നും അയച്ചില്ലല്ലോ. അയച്ചോ? ഈ പറയുന്ന സുമിത്ര ഇതുവരെ മോക്കൊരു 4 വരി ഒരു ഇല്ലത്തിൽ എഴുതി അയച്ചിട്ടുണ്ടോ? എനിക്ക് എന്റെ ആവശ്യമില്ല. എന്നാ അനില മോക്ക് അതിന്റെ ആവശ്യമുണ്ട്. അമ്മയോട് ഓഹരി ചോദിക്കുന്ന മോട് അവകാശമാണ്. അതെ, എന്നിട്ട് സുമിത്ര എന്ത് തീരുമാനിച്ചു? അനില മോട് ആവശ്യത്തിന്മേ വല്ല തീരുമാനം എടുത്തോ? അത് അപ്പോഴേ തീരുമാനം എടുത്തല്ലോ. ആന്നോ? മൊത്തമുള്ള 50 ഏക്കർ ഭൂമിയിൽ നിന്ന് 3 ഏക്കർ അനിലേക്ക് കൊടുക്കും. ഏലത്തോട്ടത്തിന്റെ പകുതി അവൾക്കാ. അതൊരു 1.5 ഏക്കർ വരും. പിന്നെ ലോക്കറിൽ അനിലേക്കായി ഒരു 10-100 പവൻ ഇരിപ്പുണ്ട്. പണമായിട്ട് എത്ര കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അയ്യടാ, താണ്ടെ കണ്ണാടി നോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കല്ലേ സുമിത്രേ. വാടക വീട്ടിന്റെ ഭൂമുഖത്തിരുന്നോണ്ട് ഈ നല്ല സന്ധ്യാസമയത്ത് ഇങ്ങനെ പറയുന്നത് ശരിയാണോ സുമിത്രേ? ദൈവം പോലും പൊറുക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെ നിൽക്കുന്നതെന്ന്. എന്നിട്ടാ പെണ്ണിനെ കൊണ്ട് ഓഹരി ചോദിപ്പിച്ചത്. ഇത് കേട്ടാ തോന്നും ഓഹരി ഒഴിച്ചു ബാക്കി എല്ലാം സുമിത്ര അനിലേക്ക് കൊടുത്തു കഴിഞ്ഞെന്ന്. രാജേഷ് മയക്കിയിട്ടാണെങ്കിലും അനില മയങ്ങിയിട്ടാണെങ്കിലും കൊച്ചുങ്ങൾ തമ്മിൽ കൊളാബറിക്കേഷൻ ആയേ. അനന്തരം അനില ഗർഭിണിയുമായി പ്രസവിക്കുകയും ചെയ്തു. യഥാസമയം എല്ലാ വിവരവും ഞാനിവിടെ വന്ന് അറിയിച്ചിട്ടുണ്ടേ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല സുമിത്ര. അനില മോക്കൊരു 10 പൈസയുടെ വക കൊടുത്തിട്ടില്ല സുമിത്ര. വേണ്ട, പോട്ടെ. ലക്ഷ്മണൻ മോന്റെ നൂലുകെട്ടിന് 1 ഗ്രാം പൊന്നുപോലും കൊടുത്തിട്ടില്ല സുമിത്ര. എന്തു മാന്യതയാ സുമിത്രേ, എന്തു മര്യാദയാ സുമിത്രേ. ഇങ്ങോട്ടും വേണം ഈ പറയുന്ന മാന്യത മര്യാദയൊക്കെ. ആ വേണം. അതൊന്ന് പറയാൻ കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അനിലയുടെ കാര്യത്തിൽ സുമിത്ര ഇപ്പൊ നേടി നിൽക്കുക. കാശിന് ചെലവില്ലാതെ മകള് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഭർത്താവിന് ഭർത്താവ്, കുഞ്ഞിന് കുഞ്ഞ്, ചാപ്പാടിന് ചാപ്പാട്. സുമിത്രയ്ക്കൊന്നും അറിയണ്ട. അങ്ങനെ ഒരാൾ മാത്രം കേമിയാവണ്ടെന്നാ രാജേഷിന്റെ അഭിപ്രായം. അതായത് അനിലയുടെ ഭർത്താവിന്റെ അഭിപ്രായം. അതുകൊണ്ട് അനിലയെ കുറച്ചാൾ ഇവിടെ കൊണ്ട് നിർത്തിയാലോ എന്ന് രാജേഷ് എന്നോട് ചോദിച്ചു. തന്നെ കുറച്ചു നാളെന്ന് പറയുമ്പോ 2 മാസമാവാം, 2 കൊല്ലമാവാം, ചിലപ്പോ അതിൽ കൂടിയ സമയമൊക്കെ ആവാം. സുമിത്രയും മോളൂടെ താമസിച്ചിട്ട് കുറെ നാളായല്ലോ. 2 പേർക്കും ഒരു സന്തോഷമാവട്ടെ എന്ന് വെച്ച് കൊച്ചുമോനെ ഓമനിക്കാമെന്ന് വിചാരിക്കണ്ട. ലക്ഷ്മണനെ ഞങ്ങള് വീട്ടിൽ നിർത്തി അനിലെ ഒറ്റയ്ക്ക് അയക്കുക ഇങ്ങോട്ട്. ആഹാ, അതെന്ത് മര്യാദയാ? അതും ഒരു മര്യാദയാ സുമിത്രേ. അനിലേക്ക് ആരും ഇല്ലയോ എന്നാ രാജേഷ് ചോദിക്കുന്നത്. ഉടൻ തന്നെ മോളെ സുമിത്രയുടെ അടുത്തുകൊണ്ട് വിടണമെന്ന് അവൻ പറഞ്ഞപ്പോ ഞാനാ എതിർത്തത്. നമുക്ക് സുമിത്രയോടൊരു വാക്ക് പറഞ്ഞിട്ട് മതി എന്ന് ഞാൻ നിലപാടെടുത്തപ്പോ രാജേഷ് അനുസരിച്ചു. ഞാൻ ദേ വന്നു, വിവരം സൂചിപ്പിച്ചു. ഇനി എല്ലാം സുമിത്രയുടെ കയ്യില. ഒന്നുകിൽ അനില മോള് ലക്ഷ്മണനെയും കൊണ്ട് സുഖമായിട്ട് കൈനഗിരി കഴിയും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കഴിയും. എങ്ങനെ വേണമെന്ന് സുമിത്രയ്ക്ക് തീരുമാനിക്കാം. ദേ ഞാൻ ഇറങ്ങുക. രാത്രി യാത്ര ചോദിക്കുന്നില്ല, എല്ലാം പറഞ്ഞ പോലെ. ശംഭോ മഹാദേവാ, ഭഗവാനെ നല്ല ബുദ്ധി തോന്നിക്കണേ.
അത്താഴം എടുക്കട്ടെ. കഴിച്ചിട്ടാ വന്നത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേൾക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ലേ? ആമുഖയുണ്ടായിരുന്നല്ലോ, അവതരണല്ലേ? ഗായത്രിയെ പറ്റിയാ, പിന്നെ ആ കുട്ടിയെക്കുറിച്ചും. പതിവില്ലാത്ത പോലെ അന്ന് അശ്വിന്റെ അച്ഛന്റെ കൂടെ ഓഫീസിൽ വന്നത് മറന്നു കാണില്ലല്ലോ. എനിക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു സ്ത്രീയും പെൺകുട്ടിയും കടന്നു വരുന്നു. വന്ന ഉടൻ കുട്ടി അച്ഛാന്ന് വിളിക്കുന്നു. ഈ ദൃക്സാക്ഷി വിവരണം അവതരിപ്പിക്കാനാണോ നന്ദന ഇൻട്രഡക്ഷൻ ഇട്ട് തുടങ്ങിയത്? തനിക്ക് സംസാരിക്കാനുള്ള വിഷയത്തിന്റെ ശരിക്കുള്ള കണ്ടന്റ് എന്താണ്? അത് പറയൂ. എന്റെ കാര്യത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രൊവോക്കേഷൻ. ഞാനത് അങ്ങോട്ടും ചോദിച്ചോട്ടെ. ഗായത്രിയെയും ആ കുട്ടിയെയും പറ്റി പറയുമ്പോ എന്തിനാ ഇങ്ങനെ പ്രൊവോക്ഡ് ആവുന്നത്? ആവശ്യമില്ലാത്ത നാടകീയത, ഒരു ബിൽഡപ്പ് താൻ ഈ ഇഷ്യൂവിന് ഉണ്ടാക്കുന്നതുണ്ട്. ആ പറഞ്ഞതിൽ ഒരു വാക്ക് എനിക്ക് മനസ്സിലായില്ല. ബിൽഡപ്പ്. പിന്നെ എനിക്ക് ആ സംഭവം നാടകീയമായിരുന്നു. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു. അവരുടെ കൂടെയുള്ള കുട്ടി ഭർത്താവിനെ അച്ഛാന്ന് വിളിക്കുന്നു. ഒന്നുമൊട്ട് നിഷേധിക്കുന്നുമില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കിത് നാടകീയത തന്നെയായിരുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് താനൊരു ഭാര്യയാണെന്നുള്ളതല്ല നന്ദൻ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ആ സ്ഥാനം ഓർമ്മിക്കാനൊരു വാക്കോ നോക്കോ ഭർത്താവിൽ നിന്നുണ്ടാവാറില്ല. വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഗായത്രിയെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം നമ്മൾ മുഷിഞ്ഞിട്ടുണ്ട്. തമ്മിലുള്ള അകലം കൂടിയെന്ന് പറയുന്നില്ല. അക്കാര്യത്തിൽ ഞാനും അഗ്രി ചെയ്യുന്നു. തമ്മിൽ അടുപ്പമുണ്ടെങ്കിലല്ലേ അകലം കൂടാനുള്ള സാധ്യതയുള്ളൂ. Then what? പറയൂ. ഈ ചുവരുകൾക്കുള്ളിൽ മാത്രം അതുവരെ ഒതുങ്ങി നിന്ന ശീതയുദ്ധത്തെക്കുറിച്ച് അമ്മയും അറിയുന്ന സാഹചര്യം ഉണ്ടായി. അമ്മ പിണങ്ങിപ്പോകുന്നിടം വരെ അത് ചെന്നെത്തി. ഗായത്രി ഭാര്യയല്ലെന്ന് അന്നേ എനിക്കറിയായിരുന്നു. അതേസമയം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അവശേഷിക്കുന്നു. ആരാണ് ആ പെൺകുട്ടി? എന്താണ് ആ കുട്ടിയുമായുള്ള ബന്ധം? താൻ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ആ ഉത്തരത്തിനുള്ള ക്ലൂ പറഞ്ഞു കഴിഞ്ഞു. വെറുതെ ഒരു കുട്ടി വന്ന് ആരെ അച്ഛാന്ന് വിളിക്കില്ലേ? ഇനി വെറുതെ ആണെങ്കിൽ അപ്പൊ തന്നെ അയാൾ അത് നിഷേധിച്ചിരിക്കും. അതുകൊണ്ട് അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പോരാത്തതിന് അന്വേഷണം മുറക്കി നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. അന്വേഷണ പരമ്പര, വഴികാട്ടി എന്നൊക്കെ പറഞ്ഞു പലതവണയായി എന്നെ കളിയാക്കുന്നുണ്ട്. അതെന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഞാൻ ഭാര്യയാണ്, അല്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഭർത്താവിനെ സംബന്ധിക്കുന്ന ഇങ്ങനൊരു സംശയത്തിന്റെ സത്യസ്ഥിതി അറിയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഒരേ സമയം അത് അവകാശവും ആവശ്യവുമാണ്. അതുകൊണ്ട് ഒന്ന് ചോദിച്ചോട്ടെ, ആ കുട്ടിയെക്കുറിച്ചുള്ള സത്യം അതെന്തായിരുന്നാലും അത് ഞാൻ കണ്ടെത്തരുതെന്നാണോ? മറുപടി അറിയാവുന്ന ആൾ ഇവിടെ തന്നെ ഉള്ളപ്പോ ഞാനെന്തിനാ അറിയാത്ത വഴികൾ തേടിപ്പോകുന്നത്? അപ്പോ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ബാക്കി ഞാൻ പൂരിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ആ സത്യം തുറന്നു പറയാനുള്ള തന്റെ ഇടം എനിക്കില്ല.
അതല്ലേ ഉദ്ദേശിച്ചത്? പറയുമായിരുന്നു ഞാൻ ആ കുട്ടി ആരാണെന്ന്. പറയാൻ ഉദ്ദേശിച്ചതുമാണ്. ആ വാതിൽ അടച്ചു കളഞ്ഞത് താനാ. ഒരു വെല്ലുവിളി എന്റെ മുന്നിൽ ഉയർത്തി താൻ. സത്യം എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കുമെന്ന് അറിയുക എന്ന ആവശ്യത്തിലുപരി ഒരു താൻ പോരിമയുടെ സ്വരമായിരുന്നത്. ചലഞ്ച് ഈസ് ചലഞ്ച്. അതുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി തനിക്കാ. അതിനുശേഷം മതിയാവും ഒരു ഡിസ്കഷൻ. ഇനി അതല്ല, വാസ്തവം അറിയാനുള്ള ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാൻ ഇനിയും അവസരമുണ്ട്. ഉത്തരം ഞാൻ തരാം, പ്രോമിസ്. പക്ഷെ അതൊരു ചോദ്യമായിരിക്കരുത്, ആവശ്യപ്പെടലും ആയിരിക്കരുത്, റിക്വസ്റ്റ് ആയിരിക്കണം. റിക്വസ്റ്റ് വിത്ത് അപ്പോളജി. ചേച്ചി ഉറവ പാർക്ക് കോളനി ഏത് വഴിക്കാ? ഇവിടുന്ന് 1/2 കിലോമീറ്റർ പോയാൽ മതി. നേരെയല്ലേ? ആ. ചേട്ടാ ഒരു മിനിറ്റ്. എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ ഏത് വീട്ടിലാണെന്നറിയാവോ? ഇത് നമ്മുടെ മീനത്തേലിന്റെ വീട്ടിലെ പെങ്കൊച്ചാണല്ലോ. മീനത്തേലോ? ആ, പണ്ടെങ്കോ മീനത്തേലിൽ നിന്ന് വന്ന് താമസമാക്കിയൊരു വല്യമ്മയാ. പേരൊന്നും ആർക്കും അറിയില്ല. ഇവിടെ എല്ലാരും മീനത്തേലെന്നാ വിളിക്കുന്നത്. നേരെ പോകുമ്പോഴേ ആ ഉയർത്തി കാണുന്ന വീടാ. എന്തിനാ സാറേ മീനത്തേലിന്റെ വീട്ടിൽ പോകുന്നത്? ഞാൻ ആ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ ശരി. ആളില്ലേ ഇവിടെ? ഹലോ, വീട്ടുകാരില്ലേ? ഹലോ, ആരുമില്ലേ? ഇവിടെ ആളുണ്ട്. ആരാ? ഞാൻ ഈ വീട് അന്വേഷിച്ച് വന്നതാ. വീടെങ്ങും പോയിട്ടില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. ദാ നിക്കല്ലേ ഇവിടെ. പിന്നെന്താ? ആ, നിങ്ങള് കാര്യം പറ. ഈ മീനത്തേലെന്ന് പറയുന്ന ആള്. ഓ ആ, ഞാനാണ് ഈ പറഞ്ഞ മീനത്തേൽ മാധവിയമ്മ. എന്താ?
ഇവിടെ ഒരു കുട്ടിയുണ്ടോ? ഒന്നല്ല 4 കുട്ടികളുണ്ട്. 3 പൂച്ച കുട്ടികളും 1 നായ്ക്കുട്ടിയും. എന്താ വേണോ? നിന്ന് വട്ടം ചുറ്റാതെ വന്ന കാര്യം എന്താ പറ. ഞാൻ കുറച്ച് അകലേന്നാ വരുന്നത്. അതൊരു തെറ്റല്ല. അല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാര്യങ്ങളോ? എന്നാ പിന്നെ ഓരോന്നോരോന്നായിട്ട് പറ. മറ്റാരുമില്ല ഇവിടെ? ഷടാ, ഇതെന്തൊരു കൂത്ത്. നിങ്ങൾ വീട് കാണാൻ വന്നതാണോ? അതല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വന്നതാണോ? അതല്ല മറ്റു ചില ആളുകളെ അന്വേഷിച്ച് വന്നതാണോ? വല്യമ്മേ ഏ